നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. കേരളത്തിലെ മുന്നണികളൊക്കെ അതിനുള്ള ഒരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. LDFും UDFും പ്രചരണ ജാഥകളും ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് ഒറ്റ ജാഥയായാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. എന്നാൽ ഇടതുമുന്നണി 3 മേഖലകളായി 3 യാത്രകളാണ് നടത്തുന്നത്. അവയും നടക്കുന്നുണ്ട്. ഇതിൽ ഇടതുമുന്നണിയുടെ യാത്രകളിലെ ചില കോമഡികളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യം കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ്. മന്ത്രി KN ബാലഗോപാൽ കൊല്ലം കൊട്ടാരക്കരയിൽ നയിച്ച LDF വികസന സന്ദേശ ജാഥയിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു എന്ന് പരാതിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കൊട്ടാരക്കര സർക്കാർ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ സർക്കാർ വാഹനത്തിൽ ജാഥയ്ക്ക് എത്തിച്ചു എന്നാണ് ആരോപണം. ഇതേ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ കോളേജ് പ്രിൻസിപ്പാളിനോട് സംസാരിക്കുന്ന വീഡിയോ ആണിത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടി നാളെ ഉണ്ട്, അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച ഉണ്ട്. തിങ്കളാഴ്ച ഇവിടുന്ന് സ്കൂൾ ബസ്സിൽ നിങ്ങൾ ഞങ്ങൾ പൈസ തരണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗമാണോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ പാസ് ചെയ്ത ബസ്സിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? അതാണ് ചോദ്യം. നിങ്ങൾ വിടാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റൂളുണ്ടോ? ഉണ്ട്, തെറ്റുണ്ട്. സർക്കാർ സ്കൂൾ ബസ്സില് CPMന്റെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണോ സർക്കാർ സ്കൂൾ ബസ് ഇവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്? അടുത്ത ആഴ്ച നടക്കുന്ന യൂത്ത് കോൺഗ്രസ് ജാഥയ്ക്ക് ബസ്സും കുട്ടികളെയും വിട്ടുതരണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. ഇതേ പരിപാടി ഇടതുമുന്നണി മുമ്പും പലയിടത്തും പയറ്റിയിരുന്നതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള ബസ് യാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ സ്കൂൾ കുട്ടികളെ റോഡിൽ നിർത്തിയതൊക്കെ അന്ന് വിവാദമായിരുന്നു. ഭരിക്കുന്ന കക്ഷിക്കുള്ള ഇത്തരം സ്വാധീനങ്ങൾ പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്നുണ്ടെങ്കിലും പലപ്പോഴും ഭരണകക്ഷികൾ ഇത് നടത്താറുണ്ട്. സർക്കാരിന്റെ പ്രചരണം എന്ന പേരിൽ പൊതു ഖജനാവിൽ നിന്നും പണം ചെലവഴിച്ച് ഭരിക്കുന്ന പാർട്ടിക്കും നേതാക്കൾക്കും മൈലേജ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. മോദിയുടെ ചിത്രങ്ങളും തെലങ്കാന സർക്കാരിന്റെയും ചന്ദ്രശേഖർ റാവുവിന്റെയും പരസ്യങ്ങളും മലയാള പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണപക്ഷത്തുള്ളവരുടെ ഒരു സൗകര്യമാണത്. പക്ഷേ എത്ര പരസ്യം നൽകിയാലും ജനങ്ങൾ അതിനെ ഏറ്റെടുത്തോണമെന്നൊന്നുമില്ല. കാരണം 2004 വാജ്പേയി സർക്കാരിന്റെ ഇന്ത്യ ഷൈനിങ് എന്ന പരസ്യം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനമനസ്സുകൾ അനുകൂലമാണെന്ന് സർവേകളും ഇന്റലിജൻസും പറഞ്ഞപ്പോൾ സർക്കാർ കാലാവധി തീരും മുൻപേ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നൽകിയ പരസ്യമായിരുന്നു ഇന്ത്യ ഷൈനിങ്. പക്ഷെ തീർത്തും അത് പാളിപ്പോയി. 10 കൊല്ലം പ്രതിപക്ഷത്തിരിക്കേണ്ടിയും വന്നു. അതുപോലെ പരസ്യത്തിന് വൻതുക മുടക്കിയിട്ടും ചന്ദ്രശേഖർ റാവു സർക്കാരിന് തുടരാനായില്ല. ഇതെല്ലാം കാണിക്കുന്നത് പരസ്യങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് ബോധ്യങ്ങളാണ് വലുത് എന്ന് തന്നെയാണ്. എന്തായാലും ഇത്തവണ പിണറായി സർക്കാർ പക്ഷെ പരസ്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധയൂന്നുന്നത്. അത് ഫലിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും സർക്കാർ നടത്തിയ പരസ്യ പ്രചാരണങ്ങൾ തന്നെയായിരുന്നു നവകേരള ബസ് യാത്രയും പെൻഷൻ കൂട്ടലും ഒക്കെ. പക്ഷെ വിപരീത ഫലമാണ് അപ്പോഴൊക്കെ ഉണ്ടായത്. ഈ നഴ്സിംഗ് കോളേജ് സംഭവവും ജനങ്ങളിൽ ഉണർത്തുന്ന വികാരവും മറ്റൊന്നാകാനിടയില്ല. അതിനിടെ ഇടതുമുന്നണിയുടെ റാലിയിൽ കണ്ണൂരിൽ MP ഗോവിന്ദന്റെ റാലിക്ക് ബംഗാളികളെ മുദ്രാവാക്യം പഠിപ്പിക്കുന്ന വീഡിയോ വൈറലാവുകയും ധാരാളം ട്രോളുകൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ബംഗാളികളുടെ മുദ്രാവാക്യ വീഡിയോ BGM ഇട്ട് അഭയമേകിയവർക്ക് അഭിവാദ്യം എന്നൊക്കെയുള്ള മാസ് ഡയലോഗും വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഗോവിന്ദന്റെ തൊലിക്കട്ടി അപാരമെന്നേ പറയേണ്ടു. അതുപോലെ പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോ കൂടി കാണാം. ഗോവിന്ദന്റെ യാത്രയിൽ ഒരിടത്ത് പ്രസംഗത്തിനിടെ എടുത്ത വീഡിയോ ആണ്. പണിയെടുത്ത് ഇക്കണ്ട നെല്ലും ഗോതമ്പുമെല്ലാം വിളയിക്കുന്ന ഈ പാവപ്പെട്ട എല്ലും തൊലിയുമായ കർഷക തൊഴിലാളിക്ക് അവിടെ ഒരു കക്കൂസ്, പൊതു കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു.
നിങ്ങൾക്ക് കക്കൂസ് ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്കാരും കക്കൂസൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. എന്തൊരു അഭിശപ്തമായ ജീവിതമാണ് കൂടുതൽ. നിങ്ങൾ യൂട്യൂബിൽ വാട്ടർ സൈക്കിൾ ഡയറി, മാതൃഭൂമി, ബീഹാർ ഇലക്ഷൻ എന്ന് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിഞ്ഞേക്കും ആ ചിത്രം. ഇതാണ് കോൺഗ്രസും BJPയും ദീർഘകാലം ഭരിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി. അവിടെയാണ് കേരളത്തിലുണ്ടായ ഇവിടെ വിദ്യാർത്ഥികളോ ബംഗാളികളോ പോലുമില്ല. ഭരിക്കുന്ന മുന്നണി നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്രയിലെ പ്രസംഗത്തിന് ഇതാണ് അവസ്ഥയെങ്കിൽ ആ പാർട്ടി ഇരുന്ന് ചിന്തിച്ചേ പറ്റൂ. കൃത്യമായി ആളെ ഇറക്കാനുള്ള കേഡർ സംവിധാനമുള്ള പാർട്ടിയുടെ നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിന് കാലിയായ കസേരകളാണ് സാക്ഷിയെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്നും ആ പാർട്ടി കുടിയിറങ്ങി തുടങ്ങി എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും യാത്ര അവസാനിക്കും മുൻപേ ജനമനസ്സിൽ കുടിയേറുക എന്ന ലക്ഷ്യത്തിന് പകരം ഉള്ള പിന്തുണ കൂടി നഷ്ടമാകുന്ന കാഴ്ചയാണ് ഇടതുമുന്നണിയുടെ പ്രചാരണ ജാഥയിൽ കാണാൻ കഴിയുന്നത്.